അതെങ്ങനെയാണ് ആ മാറ്റം 45 വർഷം മാറാത്തത് 40 ദിവസം കൊണ്ട് മാറുമെന്ന് തോന്നുന്നു? ഞാൻ ഒരു കാര്യം പറയാം. മുൻപ് ഭരണത്തിന് നേതൃത്വം കൊടുത്ത ആൾക്കാർ ഒന്നും ചെയ്തില്ല, എല്ലാം തെറ്റാണ്, അങ്ങനെയുള്ള അഭിപ്രായമൊന്നുമില്ല. അങ്ങനെയുള്ള യാതൊരു ചിന്താഗതിയോ അഭിപ്രായമോ അതിലെല്ലാം തന്നെ തിരുത്തേണ്ടതാണ്, അങ്ങനെ യാതൊരു അഭിപ്രായമില്ല. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് ആത്മാർത്ഥമായി ചെയ്ത ഒരുപാട് മുന്നേറ്റങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ നാടിന്റെ വികസനത്തിന് മുതൽക്കൂട്ടായിട്ടുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം മേയർ ഈ പറഞ്ഞ കാര്യത്തിനോട് 100% യോജിക്കുന്നു. നമ്മുടെ ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ ചെറുതൊന്നുമല്ല എന്നുള്ള കാര്യം നമ്മുടെ ബഹുമാനപ്പെട്ട മേയർക്ക് ഒരു എതിർ അഭിപ്രായവുമില്ലാതെ സമ്മതിച്ചേ പറ്റും. കാരണം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് നേരിട്ട സാഹചര്യങ്ങളൊക്കെ കടന്നു പോയിട്ടുണ്ട്. അതിലെല്ലാം നമ്മളോടൊപ്പം നിന്ന് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും തന്നെ നോക്കാതെ നമ്മളെല്ലാം ഒരുപോലെ ചേർത്ത് പിടിച്ച് സംരക്ഷിച്ചത് നമ്മുടെ ഇടതുപക്ഷ സർക്കാർ തന്നെയാണ്. അതുപോലെ തന്നെയാണ് വികസനത്തിന്റെ കാര്യത്തിലായിരുന്നാലും, ഇനിയിപ്പോ വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറഞ്ഞിരുന്നാലും എല്ലാത്തിലും ഒരു ചുവട് മുന്നിൽ തന്നെയാണ് നമ്മുടെ ഇടതുപക്ഷ സർക്കാർ. അത് നമ്മുടെ ബഹുമാനപ്പെട്ട മേയർ വി രാജേഷ് തുറന്നു പറഞ്ഞതിൽ സമ്മതിച്ചു കൊടുക്കണം. ഒരു BJP രാഷ്ട്രീയ നേതാക്കന്മാരും ഇതുവരെ ഒരു വേദിയിലും ഇതുപോലെ പറഞ്ഞിട്ടില്ല.